അങ്ങനെ മുംബൈയിലെത്തി. ഫസ്റ്റ് ഡേ മുംബൈയാണ്. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കഫേ കണ്ടുപിടിച്ച് അങ്ങനെ ഇൻ്റർനെറ്റ് കഫേ ഗൂഗിൾ മാപ്പിലിട്ട് അങ്ങനെ നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങനെ കണ്ടുപിടിക്കാൻ കുറച്ചുള്ളൂ. അവിടെ നിന്ന് 1 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അങ്ങനെ നടന്ന് എനിക്ക് അപ്പോൾ വേണ്ടത് തമിഴ്നാടാന്ന് ശരിക്കും തമിഴ്നാടെന്ന് ആയിരിക്കില്ലേ, അതേപോലെ തന്നെ ഉണ്ട്. ഒരു തമിഴ് സ്ട്രീറ്റാണ്. എനിക്ക് നോർത്ത് ഇന്ത്യ ഫുഡ് കഴിക്കണമെന്ന്. ഇവന് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ദോശ അങ്ങനെ കഴിച്ച് അങ്ങനെ കഫേ കണ്ടുപിടിച്ച്. ഇവിടെ ഈ സംഭവം കണ്ടുപിടിക്കുക എന്ത് പണിയാണെന്നോ, ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കുക. അങ്ങനെ അതിനൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ റൂം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണ്ടേ. റൂമെല്ലാം ഡോർമെറ്ററിയാണ്. അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓലെടുത്ത് അവിടേക്ക് പോയി. കണ്ട ഫുള്ള് സൈഡൊക്കെ തുപ്പി നശിപ്പിച്ച് വെച്ചേക്കണമാതിരി. അന്ന് ഫുഡൊക്കെ കാണിച്ച് ഡോർമെറ്ററി നല്ല ഷോകം ഡോർമെറ്ററി ഓൺലൈനിൽ നല്ല സൂപ്പറായിരുന്നു. കണ്ടപ്പോൾ നല്ല ഷോകം. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഉറങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഒരു കസിൻ്റെ വീടുണ്ട് അന്തേരിയിൽ. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ പോകണ മെട്രോ ഒക്കെ ഇവിടെ നല്ല ഫാസ്റ്റ് ആണ്. ടിക്കറ്റൊക്കെ നല്ല സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആവും. അതൊക്കെ അടി. പക്ഷേ ഭയങ്കര തിരക്കാണ്. അങ്ങനെ അവിടെ എത്തി. അവൻ അവിടെ കുറേ സ്ഥലമൊക്കെ കാണിച്ചു തന്ന്. അതുകൊണ്ട് അവിടുത്തെ കുറേ ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ കുറേ പേരിപ്പോൾ ഓർമ്മയില്ലട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ അവൻ കഴിക്കാൻ പറഞ്ഞാൽ അതൊക്കെ കഴിച്ച് ആ സാധനങ്ങളൊക്കെ സൂപ്പർ ചെയ്യുന്നിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ കയറി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴക്കാറ്, പൊടി, കാറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്